Hello everyone, welcome to Math 7. So, algebra പല പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻസിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ രണ്ട് ഫാക്ടേഴ്സിന്റെ സമ്മായിട്ട് കൺവേർട്ട് ചെയ്യണം സോ ദാറ്റ് വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം മച്ച് മോർ ഈസിലി, കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, റൈറ്റ്? നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇഫ് വി ഹാവ് സംതിങ് ലൈക്ക് ദിസ്, സേ 1 divided by x plus 2 into x minus 3. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് ഓഫ് ടു ലീനിയർ ഫാക്ടേഴ്സ് ആണുള്ളത്. എക്സ് പ്ലസ് ടു ഒരു ലീനിയർ ഫാക്ടർ ആണ്, എക്സ് മൈനസ് 3 ഒരു ലീനിയർ ഫാക്ടർ ആണ്, റൈറ്റ്? നമുക്ക് ഇതിനെ ഒരു സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? സോ ലെറ്റ്സ് റൈറ്റ് ദിസ് ആസ്, സോ ലെറ്റ് ദിസ് ബി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ഏതോ ഒരു കോൺസ്റ്റന്റ് എ, നമുക്കറിയില്ല, ഒരു കോൺസ്റ്റന്റ് എ ഉണ്ടെന്ന് വിചാരിക്കുക, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഫാക്ടർ. അപ്പൊ എക്സ് പ്ലസ് ടു ആണ് ഫസ്റ്റ് ഫാക്ടർ, അത് നമ്മൾ എഴുതി വെച്ചു, പ്ലസ് ബി ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫാക്ടർ ഏതാണ്? എക്സ് മൈനസ് 3 ആണ്, റൈറ്റ്? അപ്പൊ നമുക്കിങ്ങനെ ഇതിനെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, അങ്ങനെ രണ്ട് എയും ബിയും രണ്ട് കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ എങ്ങനെയാണ് എയും ബിയും കണ്ടുപിടിക്കുക? വെരി സിമ്പിൾ. ഇവിടെ നമുക്ക് എൽ സി എം അറിയാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ് എൽ സി എം. എൽ സി എം എടുക്കുമ്പോഴത്തേക്ക് എക്സ് മൈനസ് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് ചെയ്യാം. എക്സ് മൈനസ് 3 ഇവിടെ എയിൽ മൾട്ടിപ്ലൈഡ് ആവും, എക്സ് പ്ലസ് 2 ബിയിൽ മൾട്ടിപ്ലൈഡ് ആവും. ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3, റൈറ്റ്? സോ എ ഇൻറ്റു എക്സ് മൈനസ് 3 നമ്മൾ ചെയ്തു, എ ഇൻറ്റു എക്സ് മൈനസ് 3 ചെയ്തു, പ്ലസ് അതുപോലെ എന്താണ് ബി ഇൻറ്റു എക്സ് പ്ലസ് 2 ചെയ്തു, റൈറ്റ്? ഇത് നമ്മുടെ റൈറ്റ് സൈഡ്, അതായത് ഇതിപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ. നമ്മൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എൽ സി എം എടുത്തു. നമ്മൾ എൽ സി എം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ന്യൂമറേറ്റർ ആണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്, എക്സ് മൈനസ് 3 ഇൻറ്റു എ പ്ലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ബി. ഇവിടെ എന്താണ് ന്യൂമറേറ്റർ? ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ആണ് ന്യൂമറേറ്റർ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാമല്ലോ. സോ ഈ 1 ആണ് ഈക്വൽ ടു ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്റർ, റൈറ്റ്? ഇനി എങ്ങനെയാണ് എയും ബിയും കണ്ടുപിടിക്കുന്നത്? വെരി സിമ്പിൾ. ഫസ്റ്റ് ഫാക്ടർ നോക്കുക. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആണ്, റൈറ്റ്? സോ നമ്മളിവിടെ സപ്പോസ് എക്സ് ഈക്വൽ ടു 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സ് ഈക്വൽ ടു 3 കൊടുത്താൽ ഒബ്വിയസ്ലി എക്സ് മൈനസ് 3 എന്താവും? 3 മൈനസ് 3 0 ആവും. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആ ടേം എലിമിനേറ്റ് ആവും. നമുക്ക് വേണ്ടത് തന്നെയാണ്. എ എലിമിനേറ്റ് ആയാൽ ബിയുടെ വാല്യൂ കിട്ടും, റൈറ്റ്? സോ ഫസ്റ്റ് കേസ് ലെറ്റ്സ് പുട്ട് x equal to minus 3. So what we get is x minus 3 ആവുമ്പോഴത്തേക്ക്, sorry, x equal to 3, minus 3 അല്ല 3 ആണ്. So 3 minus 3 0 ആവും. So what we get is 1 is equal to a into 3 minus 3 എന്താണ്? 0, correct? So a eliminate ആയി, plus b into 3 plus 2. കാരണം x ന്റെ വാല്യൂ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ x ന്റെ വാല്യൂ 3 ആയി. So this becomes 3 plus 2, which is 5. So we get 5b equal to 1. കാരണം ഈ ടേം 0 ആയിപ്പോയി. ഇത് മൊത്തത്തിൽ 0 ആയിപ്പോയി. a into 0, 0 ആണ്. So we get 1 is equal to 5b, right? Which implies b is equal to 1 divided by 5. Right? Now, നമ്മൾ b ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ b എലിമിനേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? a യുടെ വാല്യൂ കിട്ടും, കറക്റ്റ്? സോ b എലിമിനേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? x ന്റെ വാല്യൂ -2 കൊടുത്താൽ മതി. കാരണം -2 + 2 എന്ത് കിട്ടും? 0 കിട്ടും. സോ ലെറ്റ്സ് പുട്ട് x equal to -2 to find out a. Put x equal to -2. So what we get? ഈ ടേം 0 ആയി പോയി. -2 + 2 0 ആയി. ബാക്കി എന്ത് കിട്ടും? -2 -3 എന്ന് പറഞ്ഞാൽ -5 ആണ്. സോ -5a equal to 1. -5a equal to 1, which implies a is equal to -1 divided by 5. a കിട്ടി, b കിട്ടി. ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് we get
minus 1 by 5 ആണ് a, right? So minus 1 by 5 into x plus 2, right? Plus b എന്താണ് കിട്ടിയത്? b 1 by 5 ആയിരുന്നു. So b 1 by 5 substitute ചെയ്യുമ്പോൾ we get 1 by 5 into x minus 3. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 1 by പ്രോഡക്റ്റ് ആയിരുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ എന്താക്കി മാറ്റി? സം ആക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമാണ്. അപ്പം ഇന്റഗ്രൽ ഓഫ് ഇത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫാക്ടർ ചെയ്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. log x plus 2 എന്ന് കിട്ടും, log x minus 3 എന്ന് കിട്ടും. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോബ്ലം ദാറ്റ് വി ഡു, റൈറ്റ്? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓഫ് രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ചില കേസുകളിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിൽ ലീനിയർ ഫാക്ടർ തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഹയർ പവേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്വല്പം ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഹാവ് സംതിങ് ലൈക്ക് 1 by say x plus 1 the whole cube ഉണ്ടെന്ന് വിചാരിക്കുക, ഇൻറ്റു വേറൊരു ഫാക്ടർ x plus 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അഗൈൻ ലീനിയർ ഫാക്ടർ ആണ്, കാരണം x ആണ് സംഭവം, x plus 1 which is linear. പക്ഷെ അതിന്റെ തേർഡ് പവർ ആണ് വന്നിരിക്കുന്നത്, അല്ലെ? ഇവിടെ x plus 2 വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സെക്കൻഡ് പവർ അല്ലെങ്കിൽ തേർഡ് പവർ അല്ലെങ്കിൽ ഫോർത്ത് പവർ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം എന്ന് ചോദിച്ചാൽ we have to write this as a by, okay, x plus 2 നമുക്ക് ഒറ്റ തവണ എഴുതിയാൽ മതി, കാരണം അത് ഒരു തവണ അതിന്റെ പവർ വരുന്നുള്ളൂ, raised to 1 ആണ്, പവർ 1 ആണ്. So we can write this as a by x plus 2 plus b by, ഇവിടെ ക്യൂബ് അല്ലേ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പവർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്ട്രേറ്റ് അവേ നമുക്ക് ക്യൂബ് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതേണ്ടത് b by x plus 1 സ്റ്റാർട്ട് ചെയ്യണം, പ്ലസ് c by x plus 1 the whole square എഴുതണം, and finally we can write d by x plus 1 the whole cube. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇവിടെ എത്ര പവർ വരുമോ, ഇവിടെ x plus 1 the whole square ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, c by x plus 1 the whole square വെച്ച് നിർത്താം. പക്ഷേ ഇവിടെ ഹോൾ ക്യൂബ് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ക്യൂബ് വരുന്ന വരെ എഴുതണം. സോ x plus 1 സ്റ്റാർട്ട് ചെയ്ത് സ്ക്വയർ ക്യൂബ് അങ്ങനെ ക്യൂബ് വരെ എഴുതണം. ഇവിടെ റേസ് ടു 4 ആയിരുന്നെങ്കിലോ എക്സ്ട്രാ ഒരു ടേം കൂടെ വരും, പ്ലസ് e by x plus 1 the whole raised to 4 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്ര പവർ ഉണ്ടോ ഇതിന്റെ ഫസ്റ്റ് ഫാക്ടർ ഫസ്റ്റ് പവർ മുതൽ എഴുതി തുടങ്ങണം. പിന്നെ സ്ക്വയർ ക്യൂബ് 4 എത്ര വരെ ഉണ്ടോ അത്രയും തവണ നമ്മൾ എഴുതണം. ക്ലിയർ അല്ലേ? അടുത്തൊരു കേസ് വരുന്നത് when we have a second degree polynomial, right? ഇവിടെ നമുക്ക് 1 by x square plus 1 ആണ് വന്നിരിക്കുന്നത്. ഇതുവരെല്ലാം x plus ആയിരുന്നു, ലീനിയർ ഫാക്ടർ ആയിരുന്നു. x plus 1, x plus 3, x minus 2, x minus 3 എല്ലാം ലീനിയർ ആയിരുന്നു. ഇവിടെ പക്ഷേ x square plus 1 ആണ്, അപ്പൊ സെക്കൻഡ് ഡിഗ്രി ആണ് വന്നിരിക്കുന്നത്. മറ്റേത് x plus 1 ക്യൂബ് സ്ക്വയർ ഒക്കെ ആയിരുന്നു, അത് വേറെ, അത് പവർ ലീനിയർ ഫാക്ടറിന്റെ പവർ ആയിരുന്നു. ഇവിടെ ഈ ടേം തന്നെയാണ് സ്ക്വയർ, x സ്ക്വയർ പ്ലസ് 1 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഇൻറ്റു x മൈനസ് 2. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡിഫറെന്റ് കേസ് ആണ്, നമുക്ക് എഴുതാൻ പറ്റും a by, ഓക്കെ, x മൈനസ് 2 മാറ്റമൊന്നുമില്ല, a by x മൈനസ് 2 എന്ന് എഴുതുക, പ്ലസ് bx പ്ലസ് c ഡിവൈഡഡ് ബൈ ഈ സെക്കൻഡ് ഡിഗ്രി ഫാക്ടർ എഴുതുക, x സ്ക്വയർ പ്ലസ് 1. അപ്പോ എപ്പോഴൊക്കെയാണോ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഒരു പോളിനോമിയൽ വരുന്ന ഒരു ഫാക്ടർ വരുന്നത്, അവിടെ നമ്മൾ b ബൈ അല്ലെങ്കിൽ a ബൈ എഴുതിയാൽ പോരാ, bx പ്ലസ് c ഡിവൈഡഡ് ബൈ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ LCM എടുത്ത് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്ത് x ന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a b c എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, നൗ വാട്ട് ഇഫ് വി ഹാവ് ബോത്ത് ദി ഡിനോമിനേറ്റർ ബോത്ത് ദി ഫാക്ടേഴ്സ് ആസ് സെക്കൻഡ് ഡിഗ്രി ഫാക്ടേഴ്സ്? ഇതേപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യത്തേത് x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ആണ്, രണ്ടാമത്തേത് x സ്ക്വയർ മൈനസ് x പ്ലസ് 2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതണം? ax പ്ലസ് b, ലെറ്റ്സ് ടേക്ക് അനദർ വൺ. സോ ആദ്യത്തെ നമ്മൾ എഴുതേണ്ടത് ax പ്ലസ് b ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഫാക്ടർ, അതായത് x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. ഓക്കെ, കാരണം അത് സെക്കൻഡ് ഡിഗ്രി ആണ്, അതുകൊണ്ട് ax പ്ലസ് b എന്ന് എഴുതണം. പ്ലസ് രണ്ടാമത്തേതും സെക്കൻഡ് ഡിഗ്രി ആണ്, x സ്ക്വയർ മൈനസ് x പ്ലസ് 2 ആണ്, അവിടെ എന്ത് എഴുതണം? a b എടുത്തു കഴിഞ്ഞു, അടുത്ത എന്ത് എഴുതാം? cx പ്ലസ് d
ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ഇങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഓർത്ത് വെച്ചോണം. പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് ആ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്.